കേരളത്തിൽ 2 ദിവസത്തിനകം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ എത്താൻ സാധ്യത. വരുന്ന ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സനിസ, മഴ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കാലവർഷം ഇങ്ങ് എത്തി എന്ന് എല്ലാവർക്കും അറിയാം. ജൂണും പിറന്നു. പക്ഷെ പ്രശ്നം ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ കൃത്യമായി നടന്നു എന്നുള്ളതാണ്. കാരണം മഴയൊന്ന് ചെറുതായി പെയ്തപ്പോൾ തന്നെ തലസ്ഥാനമൊക്കെ അങ്ങ് വെള്ളക്കെട്ടിലാണല്ലോ. സനിസയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? പിന്നെ ഇതിലടക്കം എന്തെങ്കിലുമൊക്കെ നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ടോ? ഒപ്പം മുന്നറിയിപ്പോൾ ഏത് രീതിയിലാണ്? അതേ ശ്യാമിലി, മഴക്കാലപൂർവ്വ ശുചീകരണം പല സ്ഥലങ്ങളിലും നടക്കാത്തതുകൊണ്ട് ഈ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനവും അന്വേഷണവും ഒക്കെ നടന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്നതിലടക്കം അതുമായി ബന്ധപ്പെട്ട് ഇന്നും യോഗം ചേരുന്നുണ്ട്. എന്തായാലും വരുന്ന 2 ദിവസത്തിനകം ജൂൺ 4 കൂടി തന്നെ കാലവർഷം സംസ്ഥാനത്തെത്തും. സംസ്ഥാനത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ ലക്ഷദ്വീപ് തുടങ്ങിയ അറബിക്കടലിന്റെയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിന്റെയും ഒക്കെ ഭാഗങ്ങളിൽ കാലവർഷം എത്തുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ദിവസമൊക്കെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ്. അത്തരം അലേർട്ടുകളാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. മഴക്കാലം വരാൻ പോകുകയാണ്. അതിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട് നേരിടാൻ പോകുന്ന പ്രതിസന്ധിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും മഴ ജൂൺ മാസം മുതൽ കാലവർഷം എത്തുമെങ്കിൽ പോലും നമുക്കറിയാം, ജൂൺ 1 പിറന്നു, പക്ഷേ കാലവർഷം എത്തിയിട്ടില്ല. കൂടാതെ തന്നെ കാലവർഷം ദുർബലമായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുൻപേ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാലം വരും കാലത്ത് എങ്ങനെയായിരിക്കും പ്രതിസന്ധിയിലാക്കുക, നമ്മളെ കേരളത്തിനെ അടക്കം പ്രതിസന്ധിയിലാക്കുക എന്നതൊക്കെ നോക്കാനുള്ള ഒരു സമയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷം എത്തുന്നതോടനുബന്ധിച്ച് അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. നാളെ മുതൽ മഴ കനക്കുമെന്ന് തന്നെ പറയാം. കൂടാതെ മറ്റന്നാൾ 4-ാം തീയതിയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കാലവർഷം എത്തുന്നതോടെ മഴ കനക്കും. ശ്യാമിലി.